കോമൺ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന പറഞ്ഞാൽ നോൺ വെജ് എന്ന് പറയുന്നത് ഭയങ്കര എന്തോ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. മുട്ടയുടെ മഞ്ഞ പ്രശ്നമാണ്, ബീഫ് പ്രശ്നമാണ്, മട്ടൺ പ്രശ്നമാണ്, റെഡ് മീറ്റ്സ് എല്ലാം പ്രശ്നമാണ്. ഈ റെഡ് മീറ്റ്സും മുട്ടയുടെ മഞ്ഞയും അല്ലെ വെളിച്ചെണ്ണയും ഇതൊന്നും അല്ല ശരീരത്തിൽ ചേഞ്ചസ് വരുന്നത്. ഫുഡിൽ നിന്ന് ശരീരത്തിലെ ഫാറ്റിന് മാറ്റം വരുന്നത് വെറും 20% ഉള്ളൂ. ബാക്കി 80% ബോഡിയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ 3 നേരം അരിയാഹാരം കഴിക്കുന്നു, അതിനകത്തു നിന്നുള്ള കാർബോഹൈഡ്രേറ്റ് ട്രൈഗ്ലിസറിഡായിട്ട് നമ്മളെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതിങ്ങനെ കാലങ്ങളായിട്ട് കടന്ന് ഇത് തന്നെയാണ് നമ്മുടെ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതും ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നതും വയറ് ചാടുന്നതും PCOD പ്രശ്നങ്ങളും ഹോർമോൺ പ്രശ്നവും എല്ലാം ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പം നമ്മൾ വെറുതെ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറയുന്നത് ഡെയിലി മുട്ട കഴിക്കുക. അപ്പോൾ പറയും, അയ്യോ മുട്ടയുടെ മഞ്ഞ അത് പ്രശ്നമല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ ഡെയിലി കഴിച്ച് നോക്ക്, ഒരു 2 വീക്സ് കഴിക്കുന്നതിന് മുമ്പ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും, കഴിച്ച് കഴിഞ്ഞിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും. പക്ഷേ കഴിക്കുമ്പം നിങ്ങൾ വീണ്ടും ഈ പഴയ ചോറും കഞ്ഞിയും തന്നെ കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. പക്ഷെ അതിനൊരു മാറ്റം വരുത്തിയിട്ട് ഞാൻ ഡയറ്റ് ചാർട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൊടുക്കുന്നത്. ഈ ഡയറ്റ് ചാർട്ട് നോക്ക്, ശരിക്കും അങ്ങനെ നോക്കിയാൽ ഈ മുട്ട ഇറച്ചി മീനും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഷുഗർ കുറയും, PCOD കുറയും, തൈറോയ്ഡ് പ്രശ്നങ്ങൾ കുറയും, വെയിറ്റ് കുറയും, ഈ മരവിപ്പ് ബുദ്ധിമുട്ട് ന്യൂറോ റിലേറ്റഡ് പ്രശ്നങ്ങൾ കുറയും, ക്ഷീണം കുറയും, B12 നല്ല അളവിൽ ബോഡിയിലേക്ക് കയറും. ഒത്തിരി ബെനിഫിറ്റുള്ള കാര്യമാണ് ഇത്. പിന്നെ എണ്ണയിൽ കൂടി വറുത്ത് പൊരിച്ച് ഒരു കനലിൽ വെച്ച് ഭയങ്കര എക്സ്ട്രീം ഹീറ്റാക്കി അങ്ങനെ രൂപമാറ്റം വരുത്തി കഴിക്കുന്നതിനകത്ത് ഹെൽത്ത് ഇഷ്യൂസ് വരാം എന്നുള്ളതല്ലാതെ ഒരിക്കലും ഇറച്ചി മീനും മുട്ടയൊന്നും ശരീരത്തെ ഡാമേജ് ചെയ്യുന്നില്ല. അത് ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ.